പശ്ചിമേഷ്യയെ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ മുനമ്പിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇറാന്റെ പ്രമുഖ സൈനിക ശക്തിയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നു. നിലവിലുള്ള രൂപത്തിൽ ഇസ്രയേൽ എന്ന രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം പശ്ചിമേഷ്യയിൽ സമാധാനവും സുസ്ഥിരതയും കൈവരിക്കാൻ സാധ്യമല്ലെന്നാണ് IRGC ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ തീവ്ര നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് അമേരിക്കൻ ഭരണകൂടത്തിൽ കടുത്ത പരിഭ്രാന്തിക്കും ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖല ഇതിനകം തന്നെ കടുത്ത സൈനിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ പുതിയ അന്ത്യശാസനം വരുന്നത്. ഗാസയിൽ തുടരുന്ന രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളും മേഖലയിലുടനീളം ആവർത്തിക്കപ്പെടുന്ന മിസൈൽ വ്യോമാക്രമണങ്ങളും കാരണം പേർഷ്യൻ ഗൾഫും പരിസര പ്രദേശങ്ങളും അതീവ സ്ഫോടനാത്മകമായ അവസ്ഥയിലാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഇറാൻ സൈന്യം രംഗത്തെത്തിയത് എരിയുന്ന തീയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രയേൽ ഭരണകൂടത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നത് വരെ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധവും പോരാട്ടവും തുടരുമെന്നാണ് IRGCയുടെ പ്രസ്താവനയിലുള്ളത്. ഇസ്രയേലിനെ അധിനിവേശ ഭരണകൂടം എന്ന് വിശേഷിപ്പിച്ച ഇറാൻ മേഖലയിലെ എല്ലാ അസ്ഥിരതകൾക്കും കാരണം ഈ രാജ്യാതിർത്തികളാണെന്ന് ആരോപിക്കുന്നുണ്ട്. സമാധാന ചർച്ചകൾക്കോ താൽക്കാലിക വെടിനിർത്തലുകൾക്കോ ഇനി പ്രസക്തിയില്ലെന്ന കടുത്ത സന്ദേശമാണ് തെഹ്റാൻ ഇതിലൂടെ അമേരിക്കയ്ക്കും പാശ്ചാത്യ സഖ്യകക്ഷികൾക്കും നൽകുന്നത്. ഈ അടിയന്തര പ്രഖ്യാപനം പുറത്തു വന്നതോടെ ആഗോള സുരക്ഷാ നിരീക്ഷകർ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ അന്തരീക്ഷം പ്രവചനാതീതമായ വൻ തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്ന ഭീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക സൈനിക വിഭാഗത്തിൽ നിന്ന് തന്നെ ഇത്തരമൊരു കടുത്ത പ്രസ്താവന ഉണ്ടായത് വരും ദിവസങ്ങളിൽ ഇസ്രയേലിന് നേരെ വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്നതിന്റെ വ്യക്തമായ സൂചനയായാണ് അന്താരാഷ്ട്ര സമൂഹം കാണുന്നത്. അമേരിക്കൻ നയതന്ത്ര വൃത്തങ്ങളിൽ ഈ പ്രസ്താവന വൻ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മിഡിൽ ഈസ്റ്റിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സമാധാന പദ്ധതികൾക്കും നയതന്ത്ര ചർച്ചകൾക്കും കനത്ത തിരിച്ചടിയാണ് ഇറാന്റെ ഈ കർശന നിലപാട്. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന വാഷിംഗ്ടണിന് ഇറാന്റെ ഭീഷണിയെ പ്രതിരോധിക്കാൻ മേഖലയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്. ഗാസയിലെയും ലെബനനിലെയും സംഘർഷങ്ങൾ പ്രാദേശിക തലത്തിൽ നിന്നും മാറി ഒരു ആഗോള യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മേഖലയിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്ക് IRGCയുടെ ഈ പ്രസ്താവന കൂടുതൽ ആവേശം നൽകും. ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് വരും ദിവസങ്ങളിൽ വിവിധ അതിർത്തികളിൽ നിന്നും ഒരേ സമയം ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പ്രതിരോധ വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഇസ്രയേലിന്റെ ആണവ സൈനിക ശേഷിയെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറാന്റെ ഈ പുതിയ രാഷ്ട്രീയ നീക്കം. തങ്ങളുടെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ ശേഖരവും ഇസ്രയേലിനെ ഏതു സമയത്തും തകർക്കാൻ സജ്ജമാണെന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് ഇറാൻ ചെയ്യുന്നത്. ഈ കടുത്ത നിലപാട് പശ്ചിമേഷ്യയിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങളെയും സാമ്പത്തിക വിപണിയെയും ഒരുപോലെ നിഴലിലാഴ്ത്തിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിന് സമീപം സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഈ യുദ്ധപ്രഖ്യാപന ശൈലി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമായേക്കും. സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തിന് ഇറാന്റെ നിലപാടുകൾ വലിയ ഭീഷണിയാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നു. ഒരു വലിയ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമെന്ന് ഉറപ്പാണ്. ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിലും മറ്റു പ്രധാന നഗരങ്ങളിലും ഭരണകൂട അനുകൂലികൾ ഈ പ്രസ്താവനയെ വലിയ സൈനിക വീര്യത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണികൾക്ക് മുൻപിൽ തങ്ങൾ ഒരിഞ്ചും പിന്നോട്ടില്ലെന്ന് കാണിക്കാൻ ഇറാൻ മാധ്യമങ്ങൾ ഈ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ IRGC പൂർണ്ണ സജ്ജമാണെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട്. മറുവശത്ത് ഇറാന്റെ ഈ ഭീഷണിയോട് കടുത്ത ഭാഷയിലാണ് ഇസ്രയേൽ പ്രതികരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏത് ശക്തിയെയും തകർത്ത് കളയുമെന്നും ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള തിരിച്ചടികൾക്ക് തങ്ങൾ മടിക്കില്ലെന്നും തെല്ലവീവ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കയുമായി ചേർന്ന് ഇറാന്റെ മിസൈൽ താവളങ്ങളെ തകർക്കാനുള്ള സംയുക്ത സൈനിക പദ്ധതികൾ ഇസ്രയേൽ സജീവമാക്കിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയും ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്.
ഒരു പരമാധികാര രാജ്യത്തെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കുമെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു വിഭാഗവും നയതന്ത്രത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകൾ മങ്ങുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന നിഴൽ യുദ്ധം ഇപ്പോൾ പൂർണ്ണമായും പരസ്യമായ സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയിരിക്കുന്നു. അതിന്റെ തെളിവാണ് ഈ പ്രസ്താവന. മുൻപൊക്കെ നയതന്ത്ര ഭാഷയിൽ മാത്രം പ്രതികരിച്ചിരുന്ന ഇറാൻ ഇപ്പോൾ തങ്ങളുടെ ലക്ഷ്യം ഇസ്രയേലിന്റെ പൂർണ്ണ തകർച്ചയാണെന്ന് തുറന്നു പറയാൻ മടിക്കുന്നില്ല. ഇത് നയതന്ത്ര ചർച്ചകളുടെ എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കുന്നതിന് തുല്യമാണ്. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE തുടങ്ങിയവർ അതീവ ജാഗ്രതയോടെയാണ് ഈ സാഹചര്യങ്ങളെ വീക്ഷിക്കുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ടൊരു യുദ്ധമുണ്ടായാൽ അത് തങ്ങളുടെ അതിർത്തികളെയും സാമ്പത്തിക നേട്ടങ്ങളെയും ബാധിക്കുമെന്ന് ഈ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും അവർ ശക്തമാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിനുമേൽ അമേരിക്കയുടെയും ട്രംപ് ഭരണകൂടത്തിന്റെയും ഭാഗത്തു നിന്നും കടുത്ത നയതന്ത്ര അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധ നീക്കങ്ങൾ ഉണ്ടായേക്കാം. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കൂടുതൽ കർശനമായി തളർത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കും. എങ്കിലും തങ്ങളുടെ കടുത്ത നിലപാടിൽ നിന്നും മാറാൻ ഇറാൻ തയ്യാറാകാത്തത് പശ്ചിമേഷ്യയെ കനത്ത യുദ്ധഭീതിയിൽ തന്നെ നിലനിർത്തുകയാണ്.